പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ആഹ്ലാദകരമായ സന്തോഷകരമായ ഒരു സായാഹ്നമാണ് ഇവിടെ അവസാനിക്കാൻ പോകുന്നത്. എന്നെക്കുറിച്ചും എൻ്റെ പുസ്തകത്തെക്കുറിച്ചും വളരെയധികം അഭിനന്ദിച്ചിവിടെ പറയുകയുണ്ടായി. പക്ഷേ ഇത് ഞാൻ എഴുതിയ പുസ്തകത്തെക്കുറിച്ച് എന്തായാലും ഞാൻ മനഃപ്പാടമാക്കി ഇവിടെ പറയാൻ എനിക്ക് കഴിയില്ല. പക്ഷെ അതുകൊണ്ട് ഇത് വായിച്ച് തന്നെ മനസ്സിലാക്കുക. പിന്നെ ഇത് എനിക്ക് എൻ്റെ പുസ്തകത്തിൻ്റെ ഞാൻ എഴുതുന്നതിൻ്റെ പിന്നിലുള്ള അതിന് ഒരു അടിസ്ഥാനം മാനവികതയാണ്. മനുഷ്യനെല്ലാം ഒന്നാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഈ ഒരു തത്വമാണ് എൻ്റെ എല്ലാ എഴുത്തിൻ്റെയും പിന്നിൽ പ്രതിഫലിക്കുന്നത്. അത് തന്നെയാണ് തുടർന്നും അത് തന്നെയാണ് ഞാൻ എൻ്റെ ആരോഗ്യത്തിനനുസരിച്ച് ഞാൻ ഇനിയും എഴുതും. ഞാൻ നന്ദി പറയുന്നതിൽ കടക്കുകയാണ്. ബഹുമാന്യ വ്യക്തി ശ്രീ അധ്യക്ഷനായി നമുക്ക് ഇവിടെ ഈ വേദി അലങ്കരിക്കുന്ന ശ്രീ എം ഹസൻ, അദ്ദേഹത്തെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തെ സന്തോഷകരമാണ് സ്വീകരിച്ചതും വരാമെന്ന് സംബന്ധിച്ച് അദ്ദേഹത്തിൽ നിന്ന് മറ്റൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് ക്യാൻസൽ ചെയ്ത് നാളെ പോകാമെന്ന് കരുതിയാണ് അദ്ദേഹം വരാമെന്നാണ് സമ്മതിച്ചത്. അദ്ദേഹത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്, കൃത്യമായ നന്ദി രേഖപ്പെടുത്തുക. അടുത്തത് നമ്മുടെ കിംസ് ചെയർമാൻ ഡോക്ടർ എം.ഐ. സഹർബ ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് കണ്ടു, സംസാരിച്ച് വളരെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. കാരണം ഞങ്ങൾ രണ്ടുപേരുടെയും ജന്മസ്ഥലം ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു, ഒരു 15 സംസാരിച്ചു. അദ്ദേഹത്തെ സന്തോഷകരമായി തന്നെ സ്വീകരിച്ചു. വന്നവരാവുന്നേറ്റ് പക്ഷെ പറഞ്ഞ് കൃത്യമായ സമയത്ത് തന്നെ വന്നു. ചടങ്ങുകൾ മംഗളമാക്കി അദ്ദേഹത്തെ ഞാൻ രേഖപ്പെടുത്തുന്നു. എൻ്റെ എല്ലാ പുസ്തകങ്ങളും യഥാർത്ഥത്തിൽ എനിക്ക് ഈ പുസ്തകം എഴുതാൻ ഒരു വഴിത്തിരിവായത് ഡോക്ടർ എം സാറാണ്. അദ്ദേഹം എനിക്ക് ഒരു സക്കീർ ഹുസൈൻ മുഖേന അദ്ദേഹത്തിലെത്തുകയും അദ്ദേഹം എനിക്ക് ഇങ്ങനെ ഒരു പ്രോത്സാഹനവും ഒരു വഴികാട്ടിയും ആയി മാറിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ പുസ്തകമൊന്നും എഴുതുമായിരുന്നു എനിക്ക് തോന്നുന്നില്ല. ഞാൻ നാടകം എഴുതിയിട്ടുണ്ട്, നേരത്തെ എഴുതിയിട്ടുണ്ട്. എഴുതിയിരുന്ന കാലത്ത് നമുക്ക് ആ പുസ്തകങ്ങൾ ഒരു പുസ്തകം പോലും നമുക്ക് ഒരു പേജ് പോലും പ്രിന്റ് ചെയ്ത് മറ്റേതെങ്കിലും രീതിയിൽ പ്രസിദ്ധീകരിക്കാനാവുന്ന ഒരു സാഹചര്യത്തിലൊന്നും നമ്മൾ ജീവിച്ചിരുന്നു. അത്രയും ആ ഒരു അരക്ഷിതാർത്ഥയുടെ കാലഘട്ടമായിരുന്നു. പക്ഷേ ഇന്ന് അതല്ല, ഇന്ന് അതിന് കഴിയുന്നവരുണ്ട്. സാറ് എന്നെ ഇതിനെ സഹായിക്കുകയും എല്ലാ പുസ്തകങ്ങളും ആദ്യത്തെ പുസ്തകങ്ങൾ എനിക്ക് കറക്റ്റ് ചെയ്തവരെ എനിക്ക് എഡിറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അവതാരികയിലാണ് അദ്ദേഹത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. EM നജീബാണ് നമ്മുടെ പ്രസിഡന്റ്, സ്നേഹതീര പ്രസിഡന്റ്. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകത്തിലും പങ്കെടുത്തിട്ടുണ്ട്. എന്നെ ഒരു പ്രധാന വിദ്യയായി വരികയും എൻ്റെ പുസ്തകത്തെക്കുറിച്ച് എന്നെക്കുറിച്ചുള്ള നല്ല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു. അദ്ദേഹം എപ്പോഴും നമ്മുടെ സ്നേഹതീരം എന്ന സംഘടനയുടെ ഒപ്പമല്ല എന്ന നമ്മളോടൊപ്പം എപ്പോഴുള്ള ഒരു വ്യക്തി എന്നുള്ളതിൽ അദ്ദേഹത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തത് എനിക്ക് ഇതിനെ യഥാർത്ഥത്തിൽ സക്കീർ ഹുസൈൻ മുഖേനയാണ് യഥാർത്ഥത്തിൽ സാറ് കാണാൻ ഞാൻ യാദൃശ്ചികമായിട്ടൊരു ദിവസം സക്കീർ ഹുസൈനോട് ഞാനിങ്ങനെ പറഞ്ഞു. കാരണം ഞാനന്ന് മറ്റൊരു വാരികയ്ക്ക് ലേഖനം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ലേഖനം എല്ലാം സമാഹരിച്ചൊരു പുസ്തകമാക്കണമെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു ഞാൻ പറഞ്ഞു. എനിക്കിതൊന്ന് ഒരു പുസ്തകമാക്കിയാൽ കൊള്ളാമെന്നുള്ള സക്കീറിനോട് പറയുമ്പോൾ സാറിനെ കാണാവുന്നത്. ഞാൻ സാർ ഒന്ന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായിരിക്കുകയായിരുന്നു. സാറിൻ്റെ ഓഫീസിൽ നിന്ന് കാരണം എനിക്ക് കുറച്ച് പുസ്തകങ്ങൾ ഫ്രീ ആയിട്ട് പ്രാവശ്യം തന്നിരുന്നു. ഞങ്ങളുടെ ചിരമന്ദിരത്ത് കൃഷ്ണശാലയിൽ ഞാൻ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ കണ്ടു. അപ്പോൾ അദ്ദേഹം അതിൻ്റെ എല്ലാ കാര്യങ്ങളും തുടർന്ന് ചെയ്തു. ഞാൻ DTP കൊടുത്തു, എല്ലാ കാര്യങ്ങളും ചെയ്ത അവസാനം അദ്ദേഹത്തിൻ്റെ ശ്രമത്തിൽ തന്നെ പ്രദർശന പബ്ലിക്കേഷൻസിൽ അത് പ്രസിദ്ധീകരിച്ചു. ഇന്ദിരാഭവനിൽ വെച്ച് തന്നെ അതിൻ്റെ പ്രകാശനമൊക്കെ നടത്തി വളരെ ഗംഭീരമായ രീതിയിൽ അത് അവസാനിച്ച് അന്നും എനിക്കത് പ്രയോജനമായി. അതല്ലെങ്കിൽ അങ്ങനെ സക്കീർ ഹുസൈനാണ് എൻ്റെ എനിക്ക് വഴികാട്ടിയെ നിന്നത്. സക്കീർ ഹുസൈൻ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇവിടെ ഈ പങ്കെടുത്ത എൻ്റെ വേദിയിലിരിക്കുന്ന എല്ലാവരും, എനിക്ക് വേണ്ടപ്പെട്ടവരും, സ്നേഹിതത്തിൻ്റെ സ്ത്രീകളൊക്കെ ആരുമില്ല, എൻ്റെ എല്ലാ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും തന്നെ പങ്കെടുത്ത് ഇത്രയും ഗംഭീരമാക്കി എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ഇതിനു മുമ്പിൽ ചടങ്ങ് നടന്നൊരു കവി സമ്മേളനം. അപ്പോൾ അതിന് വ്യക്തികൾ പങ്കെടുക്കുന്നു. അതിൻ്റെ കവി സമ്മേളനത്തിന് അതിൻ്റെ
ഭാഗമായിട്ടുള്ള കവി ഇത് പറയുകയും സംസാരിക്കുകയും ചെയ്ത എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരും പുസ്തകം വാങ്ങണം. ഡിസ്കൗണ്ട് റേറ്റിൽ അദ്ദേഹം തരുന്നതായിരിക്കും. അതുകൊണ്ട് പുസ്തകം വാങ്ങി അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കണം.